നെഗറ്റീവായിട്ടുള്ള എനർജിയാണ്. നമ്മളെ ആരും റെസ്പെക്ട് ചെയ്യാത്ത, നമ്മളെ ആരും ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ഈ പൈസ ഇല്ലാത്ത വിഷമകരമായിട്ടുള്ളൊരു എനർജിയാണ് ബ്രോ ഇത്. ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ റിയലി അതൊരു ആയുധമാണ്. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട് നമുക്കൊരു പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ, നമുക്ക് ഒരാളെ കൺവിൻസ് ചെയ്തൊരു കാര്യം അയാളെ മേടിപ്പിക്കണമെങ്കിൽ, നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കണം. ഇപ്പം നിങ്ങൾ റിയലി ആലോചിക്കേണ്ടത്, നിങ്ങൾ ഏത് മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നത്? ഒരു റാറ്റ് മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോഴായിരിക്കുമോ അതോ ഒരു ഈഗിൾ മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോഴായിരിക്കും? അപ്പോൾ നമ്മളോട് ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത സത്യം എന്തോന്നറിയോ? ഞാൻ നിങ്ങളോട് ഇവിടെ ഒരു കോപ്പി മെക്കാനിസം പറയുന്നില്ല, റിയൽ ആയിട്ടുള്ള ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്ന് ചോദിച്ച്, സത്യത്തിൽ നിങ്ങളിപ്പോൾ കോൺഫിഡൻസ് അനുഭവിക്കുന്നുണ്ടോ? സത്യത്തിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഈ റാറ്റ് ലൈഫിൽ നിങ്ങൾ കോൺഫിഡൻസ് അനുഭവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണോ? നിങ്ങൾ എന്ത് ഗുഡ് ഹാബിറ്റാണ് കോൺഫിഡൻസിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ എണ്ണിക്കുന്നുണ്ടോ? നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടോ? നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം ഓപ്പോസിറ്റായിട്ട്, ഉൾട്ടയായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കയറിക്കൊണ്ടിരിക്കുന്നു, ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇതുപോലുള്ള ബാഡ് ഹാബിറ്റ്, ഒരു ബക്കറ്റ് ഓഫ് ബാഡ് ഹാബിറ്റാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ടിരിക്കാൻ പറ്റും? എങ്ങനെ കോൺഫിഡൻസ് നമുക്കായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? എന്തോ അഭിനയിക്കണോ കോൺഫിഡൻസ് ആയിട്ട്? അല്ല. നമ്മൾ റിയലി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്. ഇസഡ് ഗ്രൂപ്പിന്റെ മെയിൻ എയിം അതാണ്. നിങ്ങളിപ്പോൾ ഇവിടെ റാറ്റ് ലൈഫിലാണ് നിൽക്കുന്നതെങ്കിൽ ബ്രോ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ പെയിൻ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഒരുമിച്ച് നമുക്ക് ഈഗിൾ ലൈഫിലേക്ക് മാറാൻ പറ്റും. കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്ന, സ്ട്രേഞ്ചേഴ്സിനെ സംസാരിച്ച് ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാളായി മാറാൻ നമുക്ക് പറ്റും. നമ്പർ 1, നമ്മുടെ ലൈഫിൽ നമുക്ക് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പൊട്ടത്തരമുണ്ട്. അത് റിയലി കംപ്ലീറ്റ്ലി പൊട്ടത്തരമാണ്. നമ്മൾ എന്താണോ, നമ്മുടെ സെൽഫ് എന്താണോ, നമ്മളിപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത്, അയാളെ അക്സെപ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ കോൺഫിഡൻസിന് പൊട്ടത്തരമാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോ ബ്രോ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റാറ്റ് ലൈഫിൽ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നല്ല ഫാറ്റ് ആയിട്ടുള്ള, ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാത്ത, 24 മണിക്കൂറും ഫാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗെയിം കുതൂത കളിച്ചുകൊണ്ടിരിക്കുന്ന, ഈ വല്ലവരെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കമ്പയർ ചെയ്ത് എൻ്റെ ലൈഫ് മോശമാണ്, ഞാൻ നെഗറ്റീവാണ്, എന്നെ കാണാൻ കൊള്ളത്തില്ല, ഇങ്ങനെ കുറേ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഈ ഒരു ക്യാരക്ടറിനെ, ഇപ്പം ഉള്ള റാറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നെ വെച്ചിരിക്കുന്നത്. ദൈവമേ, അത് ചെയ്യരുത്, അത് പൊട്ടത്തരമാണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നിൽക്കുന്ന നമ്മുടെ സെൽഫിനെ അല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുന്ന, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുന്ന ആ സെൽഫിനെ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ആ സെൽഫിൻ്റെ സ്വഭാവമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം നിൽക്കുന്ന, പോൺ കണ്ടുകൊണ്ടിരിക്കുന്ന, ഫാറ്റ് ആയിട്ടുള്ള, അഗ്ലി ആയിട്ടുള്ള ഈ ക്യാരക്ടറിനെ അല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക്. ഇതുകൊണ്ടാണ് റിപ്പീറ്റ്ലി നിങ്ങൾക്ക് ഒരു സമയത്ത് കോൺഫിഡൻ്റ് ആയിട്ടും പോസിറ്റീവ് ആയിട്ട് തോന്നും, പക്ഷെ ഷീറെന്ന് പറഞ്ഞ് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുകൊണ്ടാണ്. മനസ്സിലാക്കുക, ഈ ഒരു സെൽഫിനെ അല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഈ ഒരു റാറ്റ് സെൽഫിനെ അല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഈഗിൾ ആവാൻ ശ്രമിക്കുന്ന, ഈഗിൾ ആവാൻ ട്രൈ ചെയ്യുന്ന, സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന, ഓരോ ദിവസം എണ്ണിച്ചിട്ട് നമ്പേഴ്സ് ഗെയിം വെച്ചിട്ട് പല പെൺകുട്ടികളെയും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യുന്ന ആ ആളിൻ്റെ കോൺഫിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ മൈൻഡിലേക്ക് കയറിയിരിക്കുക. ഇപ്പം നിൽക്കുന്ന ഒരാളെ അല്ല നമ്മൾ സത്യത്തിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആരെയാണ്? നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എങ്ങനെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് എങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത്? നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡിയുള്ള, ഹാപ്പി ആയിട്ടുള്ള, സന്തോഷമായി ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കും. മനസ്സിലായോ? അയാളെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അയാളുടെ ഹാബിറ്റാണ് നമ്മൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇത് കീ പോയിന്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നും കൂടെ ഇതൊന്ന് കേട്ടു നോക്കൂ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ലായിരിക്കും, കാരണം ഇത് ഇച്ചിരി ട്രിക്കിയാണ്. ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ബ്രോ. നിങ്ങൾക്കിപ്പം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നോക്കുക. നിങ്ങൾ എന്തൊക്കെ ഗുഡ് ഹാബിറ്റാണ് ചെയ്യുന്നത്, എന്തൊക്കെ ബാഡ് ഹാബിറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എത്രമാത്രം ഫോണിലും ആൽക്കഹോൾ, ഡ്രഗ്സ് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേസ്റ്റ് ആക്കി കളയുന്നു. നിങ്ങളുടെ ലൈഫിന് ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാതെ. അയാളെയാണോ സത്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? അല്ല, അയാളെയല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ശ്രമിക്കുന്ന അയാളെയാണ് നമ്മൾ റിയലി അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അയാളാണ് നമുക്ക് കോൺഫിഡൻസ് തരുന്നത്. ആ ക്യാരക്ടർ, മനസ്സിലായല്ലേ? ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റും ബ്രോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പം ഈ ആക്ഷനബിൾ സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, സെറ്റ് എ അച്ചീവബിൾ ഗോൾ. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീക്കിൽ നമുക്ക് ഇന്ന്, നാളെ, മറ്റന്നാളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക.
എന്നിട്ട് അത് അച്ചീവ് ചെയ്തു. ബ്രോ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിത് കുറേ കേട്ടിട്ടുള്ളതായിരിക്കും. എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, സെയിം ആയിട്ടുള്ള അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും, പക്ഷേ എനിക്ക് കിട്ടില്ല. നോ 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 നോ, അങ്ങനല്ല ബ്രോ. നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ആദ്യമേ എന്താണ് പറയുന്നത്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു സെൽഫ് ഉണ്ട്, ഒരു റാറ്റായിട്ടുള്ള ഒരു എനർജി ഉണ്ട്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്, നമ്മളെ ആരും റെസ്പെക്ട് ചെയ്യാത്ത, നമ്മളെ ആരും ഇഷ്ടപ്പെടാത്ത, നമ്മുടെ ഈ പൈസ ഇല്ലാത്ത വിഷമകരമായിട്ടുള്ള ഒരു എനർജിയാണ് ബ്രോ ഇത്. ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് സിക്സ് ബാക്ക് വേണം, എനിക്ക് ഭയങ്കരമായിട്ട് ബോഡി വേണം, എനിക്ക് പൈസ ഭയങ്കര വേണം, എനിക്ക് 1,00,000 രൂപ വേണം, എന്നെ എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെടണം. നോ 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 നോ, അങ്ങനല്ല നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനല്ല കാര്യങ്ങൾ റിയലി വർക്ക് ചെയ്യുക. നമ്മളോട് എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, സിസ്റ്റം നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വലുതായിട്ട് തിങ്ക് ചെയ്യണം, വലുതായിട്ട് തിങ്ക് ചെയ്യണം, മനസ്സിലായി, നിങ്ങൾക്ക് ഗോൾ വേണം, എല്ലാം വേണം. പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റാറ്റ് ലൈഫിൽ നിന്ന് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് സെറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ നിങ്ങൾ അത് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഞാൻ പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു 10 പുഷപ്പ്, അതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അത്. നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചുറ്റിനും നോക്കി, നിങ്ങൾ ഇരിക്കുന്ന റൂമൊക്കെ എങ്ങനെയാണ്? വൃത്തിയായിട്ട് കിടക്കുക, നല്ല ഡീസൻ്റ് ആയിട്ട് കിടക്കുകയെന്ന്. ഞാൻ നിങ്ങളോട് കള്ളം പറയുന്നില്ല, എൻ്റെ റൂം അത്യാവശ്യം മോശമായിട്ട് തന്നെ കിടക്കുക. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അതെല്ലാം ക്ലീൻ ആക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതെന്താണ് റിയലി സംഭവിക്കുന്നത്? നമ്മളൊരു ചെറിയൊരു അച്ചീവബിൾ ഗോളാണ്, എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് ക്ലീൻ ആയിട്ട് കിടക്കും. ഒരു ചെറിയൊരു അച്ചീവബിൾ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് പെതുക്കെ ഇത് നിങ്ങൾ കണ്ടിന്യൂ, ഇപ്പൊ ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം വലുതായിട്ട് എഫക്ട് ചെയ്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളുടെ പോസിറ്റിവിറ്റി തന്നെ മാറും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. ബ്രോ ഇപ്പൊ നമ്മളിങ്ങനെ അടച്ച റൂമിൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇത്രമാത്രം സാഡായിട്ടും ഡിപ്രസ്ഡ് ആയിട്ടും വിഷമകരമായിട്ടും സ്വയമായിട്ട് നമുക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന് പോലും പല ആൾക്കാർക്കും മണ്ടന്മാർക്ക് തോന്നുന്നതിന്റെ കാരണം ഇതാണ്. നമ്മൾ ഇസഡ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് ആണ്, നമുക്കറിയാം എന്താണ് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക ബ്രോ, ഇപ്പൊ തന്നെ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ എന്താണ് എന്ന് തിങ്ക് ചെയ്യുക. ചിലപ്പോൾ ഒരു പെൺകുട്ടിയോട് പോയി പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പെൺകുട്ടിയോട് പോയി ഇൻസ്റ്റാഗ്രാം ID മേടിക്കുന്നതായിരിക്കും, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് ഹാബിറ്റ് ആയിട്ടുള്ള ഗോളാണ്. അത് സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിരിക്കും. പിരീഡ്. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കള്ളത്തരമാണ്, ലുക്കൊന്നും മാറ്റർ ചെയ്യത്തില്ല ബ്രോ, ഡ്രസ്സൊന്നും മാറ്റർ ചെയ്യത്തില്ല, ഷൂ ഒന്നും മാറ്റർ ചെയ്യത്തില്ല, വാച്ച് ഒന്നും മാറ്റർ ചെയ്യത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എങ്ങനെയാണോ അതുപോലെ അങ്ങ് ഇറങ്ങിയാൽ മതി, എൻ്റെ കോൺഫിഡൻസ് വരും. നോ, അത് കള്ളത്തരമാണ്, പൊട്ടത്തരമാണ്. നിങ്ങളുടെ ലുക്ക്, നിങ്ങൾ ഗ്രൂം ചെയ്തുകൊണ്ട് നടക്കുന്നു, നിങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്നു, നിങ്ങളുടെ നെയിലൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ടാണോ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്യുന്ന കാര്യമാണ് കോൺഫിഡൻസ്. ഞാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്നും പുറത്തോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകൊച്ചിനെ കാണാൻ പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഗ്രൂം ചെയ്ത് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടായിരിക്കും പോകുന്നത്. അപ്പം ഞാനൊരു വാച്ച് ഇടും, അപ്പം ഞാനൊരു റിങ് ഇടും, അപ്പം ഞാനൊരു മോതിരം ഇടും. മനസ്സിലായില്ല? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് വരും എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പർട്ടിക്കുലർ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഇടുന്നതുകൊണ്ട് നമുക്ക് മോശമൊന്നുമില്ല, ഇല്ലേ? നമ്മൾ ഇത് ഇടുന്നതുകൊണ്ട് നമുക്ക് മോശമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി ചെയ്യുന്നു, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ആക്സസറീസ് ബൈ ചെയ്യുക, എന്നിട്ട് അത് ഇട്ട് നോക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻസ്റ്റന്റ്ലി ഇൻക്രീസ് ചെയ്യും. ഇപ്പം ഞാൻ ഇതൊന്നും ഇടാതിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലെന്നല്ല അർത്ഥം. പക്ഷേ നമ്മളത് ഇടുമ്പോൾ, നമ്മൾ ആ പർട്ടിക്കുലർ പീരീഡിന് വേണ്ടി റെഡി ആവുമ്പോൾ നമ്മൾ ഇതിടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എസ്പെഷ്യലി ഇത് കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ സാധാ വെളിയിൽ പോകുമ്പോൾ സാധാ ഒരു ചെരുപ്പൊക്കെ ഇട്ടുണ്ട്, പക്ഷേ പർട്ടിക്കുലർ ഒരു ഇവന്റിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു ഷൂ ഇട്ടുകൊണ്ട് പോയാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യും. ബ്രോ അത് റിയാലിറ്റിയാണ്, അതുള്ളതാണ്. നിങ്ങൾ ഇനി എത്ര അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അതുള്ളതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്, ബ്രോ എൻ്റെ ഷൂ ഒന്നുമില്ല, പൈസ ഒന്നുമില്ല. നോ, പൈസ ഇല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കണം, നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം. നമുക്കത് ചെയ്യാൻ പറ്റും ബ്രോ. നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്, എല്ലാം നമുക്ക് ഒറ്റയടിക്ക് സ്പീഡിൽ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പെതുക്കെ. പക്ഷെ നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യുന്നില്ല, നമ്മളുടെ ഗോളിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറുന്നില്ല. അതിനകത്ത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കും. കാരണം വി ആർ ഡൂയിങ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. സോ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സായിരിക്കും കുറച്ചുകൂടെ മാച്ച് ആകുന്നത്. ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ലുക്ക് മാക്സിങ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലുക്ക് മാക്സിങ് ചെയ്യുകയാണെങ്കിൽ, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആകും. അതിപ്പം മുതൽ നിങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഗ്യാരണ്ടി ഇറ്റ്. നിങ്ങൾ ഒരിക്കലും ലുക്ക് മാക്സിൻ ചെയ്യുന്നതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബ്രോ, നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനേ പറ്റത്തില്ല. ഈ ഒരു കാര്യമാണ് മെയിൻ കോർ എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടാലും, നമ്മൾ എന്ത് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കത് ഹാപ്പിനെസ്സിനോടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കോൺഫിഡൻസ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി വേണം. ഞാൻ പറയുന്നത് സിക്സ് ബാക്ക് ഉള്ള ഭയങ്കര ബൈസപ്പ് ഉള്ള എനിക്കതില്ല, പക്ഷെ അതുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അതില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ് ബ്രോ, ഞാൻ ഇത്രയും നാൾ ഫുഡ് കഴിച്ചു, പ്രോസസ്ഡ് ഫുഡ് കഴിച്ചു, എനിക്കൊരു കൺട്രോൾ ഇല്ല, എനിക്ക് ഇമോഷണൽ കൺട്രോൾ ഇല്ല. എനിക്ക് മനസ്സിലായി ബ്രോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ചെയ്തിരിക്കണം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടൊന്നും നിങ്ങൾ ഡയറ്റ് എടുക്കാനൊന്നും പോകരുത്, തട്ടിപ്പോവും. മനസ്സിലായല്ലോ? സോ അങ്ങനെയുള്ള മണ്ടത്തരം പൊട്ടത്തരം ഒന്നും ചെയ്തേക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കാലറി മെയിൻറ്റെയിനിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ ഡെഫിസിറ്റിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ അത് ഡെഫിസിറ്റിൽ കയറി പൊയ്ക്കോളും. നോർമലി നമ്മുടെ കേരളത്തിലെ ഫുഡ് അനുസരിച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, 76 കിലോ ഉള്ള ഒരാളായിരുന്നു. ഞാനിപ്പോൾ അത് കുറച്ച് 70 കിലോ, ഒരു 6 കിലോളം ഞാൻ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാം ഒരു ഡ്രസ്സ് ഇടുമ്പോൾ എൻ്റെ വ്യത്യാസം അത് മനസ്സിലാവും. പക്ഷെ ഞാൻ കുറച്ച് കൂടിപ്പോയി. ഇത്രയും കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരുപാട് കുറയ്ക്കാൻ പോകരുത്. ഒരു മെയിൻ്റനൻസ് രീതിയിൽ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്ത് കുറയ്ക്കാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആണ് ബ്രോ. എനിക്കറിയാം നിങ്ങൾ ഇതന്നെ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. നിങ്ങളൊരു ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്കൊരു ഡ്രസ്സ് ധരിക്കുമ്പം നിങ്ങൾക്ക് ആ ഇൻകോൺഫിഡൻസ് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ആ ഡ്രസ്സിൽ നിന്ന് ഊരിപ്പോകാൻ തോന്നും. ഇതെന്താ എനിക്ക് ഫിറ്റ് ആവാത്തതെന്ന് തോന്നും. ഇത് കണ്ടാൽ നിങ്ങളുടെ ഇത്രയും മാത്രം വയറിങ്ങനെ വെളിയിലോട്ട് തള്ളിയിരിക്കും, നിങ്ങളുടെ മാൻ ബൂബ്സ് ഇങ്ങനെ വന്നിരിക്കും. ബ്രോ, അത് അഗ്ലിയാണ്, റിയലി അഗ്ലിയാണ് ബ്രോ. നമുക്കത് മാറ്റാൻ പറ്റും. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടണം. ദെൻ വി ക്യാൻ ചേഞ്ച് ഇറ്റ്. സോ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളൊരു ഡ്രസ്സ് ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ്, ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ ആ ഭംഗി നിങ്ങൾക്ക് വേണം. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ആവണം. അതാണ് ഞാൻ എയിം ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോട് പോയി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പോയി സംസാരിക്കാം, പക്ഷേ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. ഐ ഗ്യാരൻറ്റി ഇറ്റ്. ആൻഡ് ഐ നോ ഇറ്റ് ബ്രദർ. സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് കേട്ടോണ്ടിരിക്കാതെ, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഇതിനു വേണ്ടി എഴുതി വെച്ച് ആക്ഷനബിൾ സ്റ്റെപ്പ് എടുക്കണം. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നു, നമ്മൾ എയിം ചെയ്യുന്നത് എന്താണ്? നമ്മൾ എയിം ചെയ്യുന്നത് സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് ഐ ബിലീവ് ഇൻ യു ബ്രോ. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Mwah.